Yes, good evening. Yes, good evening to all of you. Good evening, sir. Okay. എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്നാ ഞാൻ കുറച്ച് ക്വസ്റ്റ്യന്റെ ഫോമിലാണ് ചോദ്യങ്ങൾ നമുക്ക് തരുന്നത്. അതായത് ആർട്ടിക്കിൾസ് എന്ന ഭാഗത്തു നിന്നുള്ള ഒരു 5 ചോദ്യങ്ങൾ നമുക്ക് ഓരോ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇനി എങ്ങനെ ചെയ്യാം എന്ന് പരിചയപ്പെടാം. അപ്പോ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡാഷ് സ്പാനിഷ് are known for their hospitality. Okay. Dash Spanish. Spanish means സ്പെയിനുമായി ബന്ധപ്പെട്ട, അല്ലെ? റിലേറ്റഡ് വിത്ത് ഓർ പെർട്ടൈനിങ് ടു സ്പെയിൻ. അപ്പൊ ഡാഷ് സ്പാനിഷ് ആർ നോൺ ഫോർ ദർ ഹോസ്പിറ്റാലിറ്റി. അവിടെ നിങ്ങൾ താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏത് ചേർക്കും? ഒന്ന് ദ എന്ന് ചേർക്കോ, ദ സ്പാനിഷ്, എ സ്പാനിഷ്, ആൻഡ് സ്പാനിഷ്, പിന്നെ നോ ആർട്ടിക്കിൾ എന്ന് തന്നിട്ടുണ്ട്. അവിടെ ഉചിതമായത് ദ സ്പാനിഷ് എന്നാണ് നിങ്ങൾ ചേർക്കേണ്ടത്. സ്പാനിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയാണ്, സ്പാനിഷ് ലാംഗ്വേജ്. ഒരു ഭാഷയുടെ പേരിന് മുന്നിൽ നമ്മൾ ദ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്താൽ അതിന് നമുക്ക് അതിന്റെ മീനിങ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് റീജിയൻ, അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ എന്നർത്ഥമാണ് കിട്ടുന്നത്. ദ സ്പാനിഷ് മീൻസ് ദ പീപ്പിൾ ഓഫ് സ്പെയിൻ. ദ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാഷയുടെ പേരിനു മുന്നിൽ ദ എന്ന് ചേർത്താൽ അത് ആ രാജ്യത്തെ ജനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ദ സ്പാനിഷ് എന്ന് പറഞ്ഞാൽ സ്പെയിൻകാർ. അതുപോലെ ദ ഇംഗ്ലീഷ്, ഇംഗ്ലീഷുകാർ. ദ ഫ്രഞ്ച്, ഫ്രഞ്ചുകാർ. ഇവിടെ ദ എന്ന ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണതായിരിക്കും ഇനി നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. ആർട്ടിക്കിൾസിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, അല്ലേ? ആർട്ടിക്കിൾസ് എവിടെ ഉപയോഗിക്കാം, ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയുന്നതായിരിക്കും. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. യോഗ, YOGA. യോഗ ഈസ് ഡാഷ് best exercise for our mind and body. യോഗ ഈസ് ബെസ്റ്റ് എന്ന വാക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് എന്ന വാക്കിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അവിടെയും അപ്പൊ അത് നമ്മുടെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് ആ പറഞ്ഞത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി നിങ്ങൾ എവിടെ കണ്ടാലും അതിന് മുന്നിൽ ദ എന്ന് ഉപയോഗിച്ചിരിക്കണം. അപ്പൊ ദ ബെസ്റ്റ് ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ. യോഗ ഈസ് ദ ബെസ്റ്റ് എക്സർസൈസ് ഫോർ അവർ മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും നല്ല എക്സർസൈസ് ആണ് യോഗ. അപ്പോ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദ ഫാക്ട് ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ യുവർ മൈൻഡ് ഇസ് ദാറ്റ് നിങ്ങൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി കണ്ടാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ എന്ന് ഉപയോഗിച്ചിരിക്കണം. ദ ടോളസ്റ്റ്, ദ ഫാസ്റ്റസ്റ്റ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ദ ഈസിയസ്റ്റ്. അതാണ് മറ്റൊരു നിയമം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ?
പറയാം, സംശയങ്ങളുടെ എന്ത് പറയാട്ടോ. ഓക്കെ, then next one, third question ഇതാണ്. Yesterday I met dash old man. Yesterday I met sorry dash old. അവിടെ ഓൾഡ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അതിനു മുമ്പിൽ നിങ്ങൾ ആൻ എന്നാണ് ചേർക്കേണ്ടത്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കോൺസണന്റ് ലെറ്റേഴ്സ് കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ നിങ്ങൾ ആൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്. സോറി, വവ്വൽ ലെറ്റേഴ്സ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ ചേർക്കേണ്ടത് ആൻ എന്നാണ്. കോൺസണൻസിന്റെ മുന്നിൽ എ എന്ന് ഉപയോഗിക്കുക. എല്ലാ സാഹചര്യങ്ങളിലും അല്ല, അതിന് വ്യത്യസ്തമായ പല സാഹചര്യങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം. ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യട്ടെ. നെക്സ്റ്റ്, അടുത്ത നല്ലൊരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. നോക്കാം. ഡാഷ് കോളേജ് ഹാസ് ഡാഷ് ന്യൂ ലുക്ക്, LOOK. അവിടെ ഡാഷ് കോളേജ് ഹാസ് ഡാഷ് ന്യൂ ലുക്ക്. നിങ്ങൾ അവിടെ ആദ്യത്തെ ഭാഗത്ത് എന്ത് ഉപയോഗിക്കും? ദ കോളേജ് ഹാസ് എ ന്യൂ ലുക്ക്. ദ കോളേജ് ഹാസ് എ ന്യൂ ലുക്ക്. ഓക്കെ, അല്ല, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് നമ്മൾ ഇനി ആൻസർ ചെയ്യേണ്ടത്. ഗ്രാമർ പോർഷനിൽ എന്ത് സംശയമാണ് നിങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിന് ശേഷം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ്, അടുത്തത് ഡാഷ് വെസ്റ്റേൺ ഗാറ്റ്സ്, WESTERNGHATS. ഡാഷ് വെസ്റ്റേൺ ഗാറ്റ്സ് should be protected to save the life of Kerala. അവിടെ ഏത് ആർട്ടിക്കിൾ ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്? ദ വെസ്റ്റേൺ ഗാറ്റ്സ്. കാരണം വെസ്റ്റേൺ ഗാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പോട്ട്, ഒരു പ്രത്യേക ഒരു സ്പോട്ടാണ്. അങ്ങനെ പ്രത്യേക സ്പോട്ടിന്റെ പേരുകൾക്ക് മുന്നിൽ ദ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഉപയോഗിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ദ എന്നും ദി എന്നും അതിന് ഉച്ചാരണമുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് തോന്നണം. ദ എന്ന് എവിടെ ഉച്ചരിക്കും ഓർക്കണ്ടോ? അതുപോലെ ദി എന്ന് എവിടെ ഉച്ചരിക്കും? പറയാം. വവ്വൽ സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകൾ, ആ വാക്കുകൾക്ക് മുമ്പിൽ നിങ്ങൾ THE എന്ന് ഉപയോഗിച്ചാൽ ദി എന്നായിരിക്കും അതിന്റെ ഉച്ചാരണം. ഫോർ എക്സാമ്പിൾ, ദി ഓറഞ്ച്. എന്നാൽ ദ ബെഞ്ച് എന്നേ നമ്മൾ പറയാവൂ. അപ്പോ ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് ഓരോ ആൻസർ ചെയ്തുകൊണ്ടിരിക്കാം. നെക്സ്റ്റ്, അടുത്തതാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ ഭാഗത്തു നിന്ന് തന്നെയുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, ക്വസ്റ്റ്യൻ ടാഗ്സ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന ആ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഒന്നുകൂടി ഞാനൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങളോട് പറയാം. ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിനെ ടെയിൽ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടെയിൽ ക്വസ്റ്റ്യൻ, അതായത് ഒരു സെന്റൻസിന്റെ അവസാനം ആ സെന്റൻസിന് കുറച്ചുകൂടി ഊന്നൽ നൽകാൻ വേണ്ടി, സ്ട്രെസ് നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ വാക്കുകളെയാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആദ്യം ഇത് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ നിയമങ്ങൾ നിങ്ങൾ ഒന്നും കൂടി ഓർമ്മിക്കാം. അതിന് 2-3 നിയമങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ
ടാഗ് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ടാഗ് ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് എപ്പോഴും സ്മോൾ ലെറ്ററിലായിരിക്കണം. ടാഗിന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഉണ്ടായിരിക്കണം. These are the 4 rules governing the use of tag questions. എന്തൊക്കെയാണത്? If the given statement is positive, the tag should be negative. If the given statement is negative, the tag should be positive. And tag question must start with a small letter. At the end of the tag, there should be a question mark. These are the 4 rules. So you have to keep these rules in your mind. Okay. നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: യു ആർ ഗോയിങ് ഹോം നൗ. യു ആർ ഗോയിങ് ഹോം നൗ. അതിന്റെ ടാഗ് എന്തായിരിക്കും? ഓപ്ഷൻ ഞാൻ വായിക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാം. യു ആർ ഗോയിങ് ഹോം നൗ. യെസ്, R&U എന്നായിരിക്കും അതിന്റെ ടാഗ്. R&U, ARE, A സ്മോൾ ലെറ്റർ എഴുതണം. തന്നെ കണ്ടോ? ടാഗ് ക്വസ്റ്റ്യൻ എഴുതുമ്പോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടാഗ് ക്വസ്റ്റ്യന്റെ ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കണം. സ്മിതയും RA ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതി കാണിക്കുന്നത്. ദാറ്റ് ഇസ് ഇൻകറക്റ്റ്. അപ്പൊ യു ആർ ഗോയിങ് ഹോം, അതിന്റെ ടാഗ് എന്താണ്? R&U. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ എന്തായാലും വായിക്കണില്ല, നിങ്ങളത് പറഞ്ഞെങ്കിൽ പിന്നെ. നെക്സ്റ്റ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. റോയ് stood first in the test. Roy stood, STOOD, stood first in the test. ആ ടെസ്റ്റില് റോയ് ഒന്നാമനായി നിന്നു. അതിന്റെ ടാഗ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഡിഡ്ന്റ് ഹി എന്നായിരിക്കും. പിന്നെ ടാഗ് ക്വസ്റ്റ്യനിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു നിയമം കൂടിയുണ്ട്. ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗില് ഒരിക്കലും ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേര് ഉപയോഗിക്കരുത്. അതിന് പകരം ഉപയോഗിക്കുന്ന പ്രോനൗൺസേ ഉപയോഗിക്കാവൂ, സർവനാമങ്ങളെ ഉപയോഗിക്കാവൂ. ഹി, ഷീ, ദേ, ഇറ്റ്, ഇങ്ങനെയുള്ള പദങ്ങൾ. അത് ഞാൻ പറയാൻ പറ്റുപോയി. പ്രോനൗൺ. അപ്പൊ റോയ് സ്റ്റൂഡ് ഫസ്റ്റ് ഇൻ ദ ടെസ്റ്റ്. എല്ലാവർക്കും ചിലപ്പോൾ അറിയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഡിഡിന്റ് ഹി എന്ന് ഉപയോഗിച്ചതെന്ന്. ചിലപ്പോ പലർക്കും സംശയം ഉണ്ടാവാം. അതെ, സ്റ്റൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? STOOD, സ്റ്റൂഡ്. സ്റ്റാൻഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെ? ഏത് പാസ്റ്റ് ടെൻസിലും ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലിയറി ഡിഡ് എന്നായിരിക്കും. അപ്പൊ അതാണ് നിങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ ഡിഡ്ന്റ് ഹി. നെക്സ്റ്റ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്. യു അണ്ടർസ്റ്റാൻഡ്. You understand what I am saying. അതിന്റെ ടാഗ് എന്തായിരിക്കും? Don't you. Don't you. എന്താ don't you ആണെന്ന് പറയാൻ കാരണം? അവിടെ you understand എന്ന് പറഞ്ഞാൽ ആ 2 വാക്കുകൾ എടുക്കാം. അണ്ടർസ്റ്റാൻഡ് എന്ന ആ വാക്ക് ഒരു വെർബിന്റെ ആദ്യത്തെ ഫോമാണ്. ഡിഡ് അല്ല, ഡോണ്ട്. അപ്പൊ ഡു പ്ലസ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഡോണ്ട് യു എന്നാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് us sing a song. Let
us sing a song. നമുക്കൊരു പാട്ട് പാടാം. അതെ, ലെറ്റ് കൊണ്ട് ആരംഭിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റിന്റെയും ടാഗ് എന്തായിരിക്കും? ലെറ്റ് കൊണ്ട് ആരംഭിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെന്റിന്റെയും ടാഗ് ഷാൽ എന്നായിരിക്കും. ലെറ്റ് അസ് എന്നാണെങ്കിൽ ഷാൽ വി എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഷാൽ വി ഉണ്ടോ? ലെറ്റ് എന്നാണെങ്കിൽ ലെറ്റ് അസ് എന്നാണെങ്കിൽ ഷാൽ വി ഉണ്ടോ? ഓക്കെ, ഷാൽ ബി എന്നായിരിക്കും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോ ലെറ്റ് മീ എന്നാണെങ്കിൽ എന്ത് ഉപയോഗിക്കും? ലെറ്റ് മീ സിംഗ് എ സോങ്. ലെറ്റ് അസ് ആണെങ്കിൽ ഷാൽ വി. ലെറ്റ് മീ ആണെങ്കിൽ ഷാൽ ഐ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഷാൽ ഐ. ഇപ്പൊ ഷാൽ ഐ മൂവ്? ലോ, let me sing a song. Shall I? Let me go for a party. Shall I? ഉണ്ടോ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിന് അല്പം ഊന്നൽ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ കുറച്ച് സ്ട്രെസ്സും അതുപോലെ സ്ട്രെസ് കൊടുത്തുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഷാൽ ബി അല്ലെങ്കിൽ ഷാൽ ഐ എന്നൊക്കെ ഉപയോഗിച്ചത്. നെക്സ്റ്റ് അതില് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയാം. ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗദർ. ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗദർ. എങ്ങനെ പറയും? ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗദർ. അതിന്റെ ടാഗ് ഏതായിരിക്കും? ഇവിടുത്തെ സബ്ജക്റ്റ് നിങ്ങൾ നോക്കാം. ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് അത് പ്ലൂരലാണ്, അതുകൊണ്ടാണ് ഡു എന്ന് ഉപയോഗിച്ചത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് നെഗറ്റീവ്, സോ therefore the tag should be positive. ഇപ്പൊ ഡു എന്ന് മാത്രം നിങ്ങൾ പുറത്തേക്ക് എടുക്കുക. പിന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് രണ്ട് വസ്തുക്കളുണ്ട്. അപ്പൊ നമുക്ക് അതിന് പകരമായിട്ട് ദേ എന്ന് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡു ദേ. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ എഴുതിയ ചോദ്യങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ കൃത്യമായി ആൻസർ പറയേണ്ടത്. കൊള്ളാം. ഇവിടെ എന്തോ ശബ്ദമൊക്കെ ഉണ്ട്, അൺനെസസറി സൗണ്ട്സ്. അടുത്തതാണ് നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഭാഗമാണ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. അതിൽ നിന്നും നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഗിവ് ഹിം എ ബുക്ക്. ഗിവ് ഹിം എ ബുക്ക്. നോക്കൂ, ഗിവ് ഹിം എ ബുക്ക്. അത് ഞാൻ എഴുതാനില്ല. ഈ വാക്യം അത് ആക്റ്റീവ് വോയിസിൽ ഒരു വാക്യമാണ്. അപ്പൊ അതിനു മുമ്പായി ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്താണെന്ന് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളോട് പറയാം. സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്ന വാക്യങ്ങളെയാണ് ആക്റ്റീവ് വോയിസിലെ വാക്യങ്ങൾ. The subject is more important than other parts of the sentence in an active voice. അപ്പോ എന്നാൽ ഓബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്ന വാക്യങ്ങളെയാണ് പാസീവ് വോയിസിലെ വാക്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ അത് സാധാരണ സെന്റൻസുകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ഈ വാക്യം ഗിവ് ഹിം എ ബുക്ക്, അവന് ഒരു പുസ്തകം കൊടുത്തു. ഈ വാക്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അതും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. സബ്ജക്റ്റ് ഇല്ലാത്ത വാക്യമാണത്. ഇത് ഒരു ആജ്ഞയോ അപേക്ഷയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹമോ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്.
ഇങ്ങനെയുള്ള ഇമ്പരറ്റീവ് സെന്റൻസിന്റെ പാസീവ് ഫോം ആരംഭിക്കുന്നത് ലെറ്റ് വെച്ചുകൊണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ എങ്ങനെ അതിന്റെ പാസീവ് വോയിസ് കണ്ടുപിടിക്കും? ആദ്യം ലെറ്റ് ഉണ്ടോ നോക്കാം. അത് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ് നോക്കാം, ലെറ്റ് എ ബുക്ക്. എന്താ ലെറ്റ് കഴിഞ്ഞാൽ എ ബുക്ക്, അതിനുശേഷം ബി എന്ന് ഉപയോഗിക്കണം. അതിന്റെ ഫോം അതാണ്, ലെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ലെറ്റ് എ ബുക്ക് ബി given to him. Given, G-I-V-E-N. Let a book be given to him. No. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് അവിടെ എഴുതാം. ഈ വാക്യത്തിൽ രണ്ട് ഓബ്ജക്റ്റ് ആണുള്ളത്. ഹിം എന്നുള്ള ഒരു ഓബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ എ ബുക്ക് എന്ന ഒരു ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഉണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാം. അതായത് ഒന്നാമത്തത് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ പറയാൻ. ഓപ്ഷനിൽ ഇല്ലാത്തത് നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ലെറ്റ് എ ബുക്ക് ബി ഗിവൺ ടു ഹിം എന്നാണ് മാത്രമേ ഉള്ളൂ. അതാണ് അതിലെ ശരിയായ ആൻസർ. ഓക്കെ, ലെറ്റ് എ ബുക്ക് ബി ഗിവൺ ടു ഹിം, അല്ലെങ്കിൽ ലെറ്റ് ഹിം ബി ഗിവൺ എ ബുക്ക് എന്നുകൂടി നമുക്ക് എഴുതാവുന്നതാണ്. രണ്ടാമത്തത്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് വിവിധ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സീത ഹാസ് ബോട്ട് എ പെൻ. സീത ഹാസ് ബോട്ട് എ പെൻ. ബാക്കി നോക്കിയേ. ഇപ്പൊ പാസീവ് വോയിസ് എഴുതണ്ടെങ്കിൽ ആദ്യം നമ്മൾ ടെൻസ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ സീത ഹാസ് ബോട്ട് എ ബുക്ക്, സോറി ബോട്ട് എ പെൻ. ആ വാക്യം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ വാക്യമാണ്. കാരണം അതിൽ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. അതിന്റെ പാസീവ് വളരെ എളുപ്പമാണ്. ആ ഹാസ് പുറത്തേക്ക് എടുക്കുക. സോറി, ഇതിൽ നോക്കാം. സീത ഹാസ് ബോട്ട് എ പെൻ. ഓബ്ജക്റ്റ് ഏതാണ്? എ പെൻ. ഹാസ് ബീൻ. പാസീവ് എഴുതുമ്പോൾ എന്ത് വേണം? ബീൻ എന്ന് ചേർക്കണം. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലും നമ്മൾ പാസീവ് ഫോം എഴുതുമ്പോൾ ബീൻ എന്നാണ് ചേർക്കേണ്ടത്. എ പെൻ ഹാസ് ബീൻ ബോട്ട് ബൈ സീത. ഓക്കെ, അത് നിങ്ങൾക്കറിയാവുന്നതാണ്. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ, he will do the work. He will do the work. അവൻ ആ ജോലി ചെയ്യും. അതെങ്ങനെ നിങ്ങൾ പാസീവ് എഴുതും? അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലെ വാക്യമാണ്. കാരണം വിൽ ഓർ ഷാൽ എന്ന് കണ്ടാൽ മനസ്സിലാക്കാം അത് സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ദ വർക്ക് വിൽ ബി. ഉണ്ടോ? വിൽ ഡൺ അല്ല, ദ വർക്ക് വിൽ ബി. എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലെ വാക്യം. പാസീവിലേക്ക് മാറ്റുമ്പോൾ ബി എന്നാണ് ഉപയോഗിക്കേണ്ടത്. നേരത്തെ പറഞ്ഞില്ലേ, പ്രസന്റ് പെർഫെക്റ്റിലെ വാക്യങ്ങൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ബീൻ ചേർക്കുന്നത് പോലെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലെ വാക്യങ്ങൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ബി എന്നാണ് ചേർക്കേണ്ടത്. ദ വർക്ക് വിൽ ബി ഡൺ. അപ്പോ ഞാൻ ചോദിക്കുകയാണ്, they will build a bridge. They will build a bridge. അതങ്ങനെ നമ്മളെ പാസീവിലാക്കും? They will build a bridge. A bridge will be built by them. അടുത്തത്, നിങ്ങൾക്ക് പാസീവ് വോയിസ് തന്നിട്ട് അതിൽ ആക്റ്റീവ് വോയിസ് തിരഞ്ഞെടുക്കാൻ എന്ന് പറയുന്നത്. അവിടെയും നിങ്ങൾ ടെൻസ് മനസ്സിലാക്കിയിരിക്കണം. നോക്കാം. The book was bought by him. റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയോ? അത് പറയാം.
ആദ്യം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണ്ടേ? നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് പറയാം, നോക്കാം. ദ ബുക്ക് വാസ് ബോട്ട് ബൈ ഹിം. ചേഞ്ച് ഇൻ ടു ആക്റ്റീവ് വോയിസ്. കണ്ട, വാസ് ബോട്ട്, ഈസ് ബോട്ട് എന്നൊക്കെ കണ്ട നമുക്ക് മനസ്സിലാക്കാം അത് പാസീവ് വോയിസ് ആണ്. അതിനെ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റണം. ഇവിടെ ഒരു കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ വാസ് ബോട്ട് എന്ന് കണ്ടാൽ അത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും, സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അപ്പൊ ആ വാക്യത്തിന്റെ ആക്റ്റീവ് എന്തായിരിക്കും? ബൈ ഹിം എന്നുള്ളത്. അവിടെ നിന്ന് നിങ്ങൾ ആ ഹിമ്മിന്റെ ഹി തിരഞ്ഞെടുക്കുക. ഹി കഴിഞ്ഞാൽ പിന്നെ വെർബ് എഴുതുക. ബോട്ട് എ ബുക്ക്. സോറി, ഹി ബോട്ട് ദ ബുക്ക്. എ ബുക്ക് എന്നാണെങ്കിൽ എ ബുക്ക് എന്ന് എഴുതാം. ദ ബുക്ക് എന്നാണെങ്കിൽ ദ ബുക്ക് എന്ന് എഴുതാം. ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാൻ ഞാൻ. ഷട്ട് ദ വിൻഡോ സോറി ഷട്ട് ദ വിൻഡോ. ഷട്ട് ദ വിൻഡോ അതേത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്? ഷട്ട് ദ വിൻഡോ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. കാരണം അതില് സബ്ജക്റ്റ് ഇല്ല. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ പാസീവ് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും തുടങ്ങുന്നത്? ലെറ്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അപ്പൊ എങ്ങനെ പറയാം? ലെറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓബ്ജക്റ്റ് ആയ വിൻഡോ എടുക്കുക. ലെറ്റ് ദ വിൻഡോ, അതിനുശേഷം ബി എന്ന് ചേർക്കാം. ലെറ്റ് ദ വിൻഡോ ബി. ഷട്ട് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് തന്നെയാണ്. ഷട്ട് ഷട്ട് ഷട്ട്. അതുപോലെ കട്ട് കട്ട് കട്ട്. പുട്ട് പുട്ട് പുട്ട്. അപ്പൊ നോക്കാം. ഷട്ട് ദ വിൻഡോ എന്നുള്ളതിന്റെ പാസീവ് ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. ഓക്കെ. ഓക്കെ ഓക്കെ. സിദ്ധാർത്ഥ് കുഴപ്പമില്ല. കാരണം ഞാൻ അതിന് സിദ്ധാർത്ഥിനോട് പ്രതികരിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ആവശ്യമില്ലാത്തൊരു സംഭവമായി പോയതുകൊണ്ടാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചാണെങ്കിൽ കുഴപ്പമില്ല, പോട്ടെ. നെക്സ്റ്റ് അടുത്തതാണ് നമ്മൾ സിനണിംസും ആന്റണിംസും നിങ്ങൾക്ക് നേരിട്ട് തന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. ബട്ട് ഇവിടെ അതല്ല. ഒരു വേർഡ് പറയും, അതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ വേർഡിന്റെ സിനണിം നിങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അതിലൊന്നാമത്തെ വേർഡ് ഇതാണ്, കമൻസ്. COMMENC. കമൻസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അറിയാന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ സിനണിം ഏതാണെന്ന് പറയാൻ കഴിയൂ. കമൻസ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങുക. അപ്പൊ 4 ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ടു എൻഡ്, അതല്ല. ടു ബിഗിൻ, ടു റൺ, ടു ടെൽ. ഇതിലേതായിരിക്കും കമൻസ് എന്നുള്ളതിന്റെ കറക്റ്റ്? ബിഗിൻ. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. പിന്നെ ഗ്രാമർ എന്ന് പറഞ്ഞ ഭാഗത്തൊന്നും നിങ്ങൾക്ക് അറിയില്ലാത്തതൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് പറയാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതിന് ശേഷം മതിയില്ലേ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തീരില്ല. ഓക്കെ. നിങ്ങൾക്ക് എന്താ സംശയമുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം പറഞ്ഞു തന്നേക്കാം, അത് പ്രശ്നമില്ല. അടുത്ത പറയാം. അടുത്താണ് വെയിലർ. VALOUR. VALOR എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷ്.
VALOUR, വെയിലർ എന്നാണ് ശരിയായ അതിന്റെ സ്പെല്ലിംഗ്. വെയിലർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടാണ്. ഓക്കെ, വെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ആദ്യം മനസ്സിലാക്കാം. ധീരത അല്ലെങ്കിൽ ധൈര്യം. അപ്പൊ ഓപ്ഷൻ വായിക്കാം, അതിലേതാണെന്ന് നിങ്ങൾ പറയണം. ഓപ്ഷൻ എ കറേജ്, മറ്റൊന്ന് വാല്യൂ, വിസ്ഡം. അവിടെ സിദ്ധാർത്ഥ് ശബ്ദം എന്തൊക്കെയൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വിസ്ഡം, വാലി. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ വായിക്കുന്നത് ആ ഓപ്ഷനിലെ 4 വാക്കുകളുടെയും മീനിങ് കൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സിമ്പിൾ വേർഡ്സ് ആണ്. നേരത്തെ ചോദിച്ച PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ്, അതുകൊണ്ടാണ്. നെക്സ്റ്റ്, അപ്പോ വെയിലർ എന്ന വാക്കിന്റെ സിനണിമാണ് കറേജ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, പീർ, PEER. പീർ എന്ന് പറഞ്ഞാൽ ക്രിയ ആയിട്ട് ഉപയോഗിക്കുമ്പോ ഉറ്റുനോക്കുക, ഒളിഞ്ഞു നോക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ലുക്ക് ക്ലോസ്ലി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോ അതിന്റെ സിനണിം ഇതിലേതായിരിക്കും എന്ന് നിങ്ങൾ പറയാം. ഒന്ന് ഓപ്ഷൻ എ പീപ്പ്, PEEP. പീപ്പ് എന്ന് പറഞ്ഞാലും ഒളിഞ്ഞു നോക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഓപ്പൺ, അത് നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ട. ഓപ്ഷൻ സി ട്രൈ, TRY, ട്രൈ. ഓപ്ഷൻ ഡി ടേക്ക്, TAKE, ടേക്ക്. ഇതില് പീർ എന്ന വാക്കിന്റെ സിനണിം പീപ്പ് എന്നാണ്. പീപ്പ്. ഓപ്ഷൻ എ ആണ് അതിലെ ശരിയായ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചേഞ്ച്. ചേഞ്ച് എന്ന വാക്കിന്റെ സിനണിം ഞാനിവിടെ അത് ചേഞ്ച് എന്താണെന്ന് നിങ്ങൾക്കറിയാം, പിന്നെ മീനിങ് ഒന്നും പറയേണ്ട കാര്യമില്ല. ഓപ്ഷനിൽ ഏതാണ് ശരിയായ ആ സിനണിം നിങ്ങൾ പറയാം. ഓപ്ഷൻ എ സ്റ്റേ, STAY, സ്റ്റേ, തങ്ങുക അല്ലെങ്കിൽ താമസിക്കുക. ഓപ്ഷൻ ബി കീപ്പ്. അതുപോലെ ചാൻസ്, ഓപ്ഷൻ സി ചാൻസ് എന്നാണ്, CHANC, ചാൻസ്. ഓപ്ഷൻ ഡി ആൾട്ടർ, ALTER. ആൾട്ടർ മീൻസ് ചേഞ്ച്, ചേഞ്ച് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഉണ്ടോ? അപ്പൊ ഇതില് ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. 5ാമത്തെ ക്വസ്റ്റ്യൻ അതാണ് ഇന്നസെന്റ്. ഞാൻ എഴുതി കാണിക്കണമെന്നില്ല, എന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നസെന്റ്, INNOCENT. ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ, അല്ലെ? അതിന്റെ 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. ആ 4 ഓപ്ഷൻസും നല്ല വാക്കുകളാണ്. ഒന്ന് ഇൻജെന്യുവസ്. എന്താണ് ഇൻജെന്യുവസ്? എന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കട്ട. INGENUOUS. സിദ്ധാർത്ഥ്, ശ്രദ്ധിക്കാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുടെ ചോദിക്കുകയും ചെയ്യാലോ, അതുകൊണ്ടാണ്. ഇൻജെന്യുവസ്, INGENUOUS. എന്താ ഇതിന്റെ സ്പെല്ലിംഗ്? ഇൻജെന്യുവസ് എന്നാണ്. ഇൻജെന്യുവസ്. ഇൻജെന്യുവസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കാപട്യമില്ലാത്ത അല്ലെങ്കിൽ നിഷ്കളങ്കമായ, ഫ്രീ ഫ്രം ഡിസെപ്ഷൻ ആൻഡ് ഡിസീറ്റ്. ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള ഇതുപോലെ തന്നെ തോന്നുന്ന മറ്റൊരു ഓപ്ഷൻ ബി ഇതാണ്, ഇൻജീനിയസ്. ഇൻജീനിയസ് വാക്കുകളുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. INGENIOUS. ഇൻജീനിയസ്. ഇൻജീനിയസ് എന്ന് പറഞ്ഞാൽ
കണ്ടുപിടുത്തത്തിൽ വിദഗ്ധനായ അല്ലെങ്കിൽ സാമർഥ്യമുള്ള, നൈപുണ്യമുള്ള എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. സ്കിൽഫുൾ ഇൻ ഇൻവെൻഷൻ ആൻഡ് ക്രാഫ്റ്റ് എക്സെട്ര. ഓപ്ഷൻ ബി അതാണ്. ഓപ്ഷൻ സി, ഞാൻ ഒരു ഓപ്ഷൻ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാക്കുകൾ ചിലപ്പോൾ നമുക്ക് വലിയ പരിചയമില്ലാത്തതായിരിക്കാം. ഓപ്ഷൻ സി ഇതാണ്, ഇൻഗ്രാഷിയേറ്റ്. അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, INGRATIATE. എന്താ ഇൻഗ്രാഷിയേറ്റ്? ഇൻഗ്രാഷിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം സമ്പാദിക്കുക അല്ലെങ്കിൽ പാട്ടിലാക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. സെക്യൂർ അനദേഴ്സ് ഗുഡ് വിൽ. ഓപ്ഷൻ സി ഇതാണ്, ഇൻഹെറന്റ്. INHERENT. ഇൻഹെറന്റ്. ഇൻഹെറന്റ് എന്ന് പറഞ്ഞാൽ പൈതൃകമായി ലഭിച്ച അല്ലെങ്കിൽ ജന്മസിദ്ധമായ, സഹജമായ. ഇംഗ്ലീഷിൽ നമ്മൾ പറയണമെങ്കിൽ ഇൻബോൺ, ഇന്നേറ്റ് എന്നൊക്കെ പറയാം. അപ്പൊ ഇന്നസെന്റ് എന്ന വാക്കിന്റെ സിനണിം ഇതിൽ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Again from Siddharth, from your part, the same unnecessary sound is being heard. Please stop. ഓക്കെ, അപ്പൊ സിനണിംസോ നമുക്ക് ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ നമുക്ക് സിനണിംസും ആന്റണിംസും നമുക്ക് ശരിക്കും എല്ലാ ക്ലാസ്സിലും തരേണ്ടതാണത്. കാരണം അത് നമുക്ക് എളുപ്പത്തിൽ മേടിച്ചെടുക്കാവുന്ന ഒരു സംഭവമാണ് മാർക്ക്. അടുത്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ആന്റണിംസ് എന്ന വിഭാഗത്തിൽ നിന്നാണ്. ചൂസ് ദ കറക്റ്റ് ആന്റണിം ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. ചോദ്യം ഇതാണ്, ചൂസ് ദ കറക്റ്റ് ആന്റണിം ഫ്രം ദ ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. ഒരു വാക്യം തന്നിട്ടുണ്ട്, ആ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്തൊരു വാക്ക്. ആ വാക്യം ഇതാണ്, ദിസ് ഈസ് എ മാഗ്നിഫിസന്റ് മൂവി. The magnificent, MAGNIFI. മാഗ്നിഫിസന്റ് എന്ന വാക്കിന്റെ അടിയിൽ വരയിട്ടുണ്ട്. അതായത് ഈ മാഗ്നിഫിസന്റ് എന്ന വാക്കിന്റെ ആന്റണിമായിട്ട് ഉപയോഗിക്കുന്ന, വിപരീതമായി ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഒന്ന് ഫാന്റാസ്റ്റിക്. നിങ്ങൾക്കറിയാം ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിവിചിത്രമായ അല്ലെങ്കിൽ അസാധാരണമായ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. രണ്ട്, ബിഗ്, BIG, ബിഗ്. ബിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ. നിങ്ങൾക്കറിയാം ഏതാണ്ട് മാഗ്നിഫിസന്റ് ആയിട്ട് നമുക്ക് അതുപോലെ ഉപയോഗിക്കാവുന്ന ഒരു പദമാണ്. ഓപ്ഷൻ സി സ്മോൾ, SMALL, സ്മോൾ. ഓപ്ഷൻ ഡി ജൈജാന്റിക്. ജൈജാന്റിക്, GIGANTIC. ജൈജാന്റിക് എന്ന് പറഞ്ഞാൽ ലൈക്ക് എ ജൈന്റ്, അതായത് ബൃഹത്തായ അല്ലെങ്കിൽ ബഹുലമായ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നമുക്ക് ഇതിന്റെ ആന്റണിം ആയിട്ട് ഉപയോഗിക്കാവുന്നത് സ്മോൾ എന്ന വാക്കാണ്. ബാക്കിയെല്ലാം മാഗ്നിഫിസന്റ് എന്ന വാക്കുമായി ബന്ധമുള്ള വാക്കുകളാണ്. മാഗ്നിഫിസന്റ് അതിഭയങ്കരമായ അല്ലെങ്കിൽ രാജകീയ പ്രൗഢിയുള്ള. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻ ദ ഗിവൺ ഓപ്ഷൻ the word small is right. Okay. നെക്സ്റ്റ് അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, choose the antonym for the underlined word from the sentence. അടുത്തൊരു സെന്റൻസിൽ ഇതുപോലെ തന്നെ ഒരു വാക്കിന് അടിവരയിട്ടുണ്ട്. ഞാൻ വാക്യം വായിക്കാം.
After months of drought. After months of drought. DROUGHT. Drought എന്ന് പറഞ്ഞാൽ വരൾച്ച അല്ലെ? മാസങ്ങളുടെ വരൾച്ചയ്ക്ക് ശേഷം the farmers began to despair. കൃഷിക്കാര് വളരെ നിരാശയോടെ പറയാൻ തുടങ്ങി that they would lose everything. അവർക്കെല്ലാം നഷ്ടപ്പെടുമെന്ന് അവർ വളരെ നിരാശാജനകം പറയാൻ തുടങ്ങി. ഇവിടെ ഡെസ്പെയർ എന്ന വാക്ക് നോക്ക്. DESPAIR. ഡെസ്പെയർ എന്ന് പറഞ്ഞ വാക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നിരാശ എന്നാണ് അതിന്റെ അർത്ഥം. ബട്ട് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ verb to be in a desperate condition എന്നാണ്, നിരാശപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇവിടെ ഡെസ്പെയർ എന്ന വാക്കിന്റെ ആന്റണിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഡെസ്പെയർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ എഴുതി കാണിക്കാത്തത്. DESPAIR. ഓപ്ഷൻ എ ഇൻസ്പയർ. ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ പ്രചോദനം നൽകുക. ഓപ്ഷൻ ബി ഡെസ്പറേറ്റ്. ഡെസ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നിരാശാജനകമായ. ഓപ്ഷൻ സി ഹോപ്പ്. HOP. ഹോപ്പ്. പ്രതീക്ഷ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക. ഓപ്ഷൻ ഡി ഹറി. HURRY. ഹറി. തിടുക്കം അല്ലെങ്കിൽ തിടുക്കത്തോടെ പോവുക. യെസ്, ഇതില് ശരിയായ ഓപ്ഷൻ സി ആണ്. ഹോപ്പാണ് ശരിയായ ഓപ്ഷൻ. നെക്സ്റ്റ് ഡിക്ലൈൻ എന്ന ഒരു വേർഡാണ് തന്നിട്ടുള്ളത്. DECLINE. ഡിക്ലൈൻ എന്ന് പറഞ്ഞ വാക്കിന് പല മീനിങ് ഉണ്ട്. നിരസിക്കുക എന്നർത്ഥമുണ്ട്, അതുപോലെ അധപ്പതിക്കുക എന്നർത്ഥമുണ്ട്, കുറയുക എന്നർത്ഥമുണ്ട്. പല മീനിങ്ങും അതിനുണ്ട്. ഇപ്പൊ ഡിക്ലൈൻ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഇതിലേതാണ്? ഓപ്ഷൻ എ റഫ്യൂസ്. Again that sound is heard. I don't know whether it is from that side. അപ്പൊ ഡിക്ലൈൻ എന്ന വാക്കിന്റെ ഒന്നാമത്തെ ഓപ്ഷൻ റഫ്യൂസ്. REFUSE. റഫ്യൂസ് എന്ന് പറഞ്ഞാൽ നിരസിക്കുക, വേണ്ടെന്ന് വെക്കുക, ഉപേക്ഷിക്കുക. ഓപ്ഷൻ ബി എഗ്രി. സമ്മതിക്കുക. ഓപ്ഷൻ സി ആക്സെപ്റ്റ്. ACCEPT. ആക്സെപ്റ്റ്. സ്വീകരിക്കുക. മറ്റൊരു വേർഡ് കൂടിയുണ്ട്, അതൊരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു പദമായിരിക്കാം എന്ന് എനിക്ക് തോന്നണം. നോക്കാം എന്താ ആ വേർഡ് നോക്കിയേ. സിൻക്ലൈൻ. SYNCLINE. എന്താ സിൻക്ലൈൻ? സിൻക്ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ശരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇൻവേർഡ് ഓർ ഡൗൺവേർഡ് സ്ലോപ്സ് ഫ്രം ഈക്വൽ ഡിസ്റ്റൻസ് ടു എ കോമൺ സെന്റർ. സിദ്ധാർത്ഥ്, I have several times told you not to make this unnecessary sounds because it will be bothersome to some other students. നോക്കാം, ഒരേ ബിന്ദുവിലേക്കുള്ള തുടർച്ച ഉൾച്ചായ്വിനെയാണ് സിൻക്ലൈൻ എന്ന് പറയുന്നത്. അപ്പോ ഡിക്ലൈൻ എന്ന വാക്കിന്റെ ആന്റണിം നിങ്ങളുടെ യുക്തി അനുസരിച്ച് ഇതിലേതായിരിക്കും? ആക്സെപ്റ്റ്. ആക്സെപ്റ്റ് അല്ലേ? നെക്സ്റ്റ് ഫോർത്ത് വേർഡ് ആണ് കറന്റ്. CURRENT. നോക്കാം, കറണ്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് എന്താണ്?
അതിന് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രവാഹം, ഓഷ്യൻ കറന്റ്സ് നമ്മൾ പറയാറുണ്ട്, സമുദ്രജല പ്രവാഹങ്ങൾ, അല്ലെങ്കിൽ കറന്റ് ഓഫ് വിൻഡ്, വായുവിന്റെ പ്രവാഹം, കറന്റ് ഓഫ് വാട്ടർ. അവിടെ കറന്റ് നൗൺ ആണ്, പ്രവാഹം എന്നാണ് അതിന്റെ അർത്ഥം. ബട്ട് കറന്റ് നമ്മൾ അജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ സമകാലികമായ, ഇപ്പോഴുള്ള, അല്ലെങ്കിൽ ഏറ്റവും പുതിയ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതില് കറന്റിന്റെ ആന്റണിം ഏതായിരിക്കും എന്ന് പറയണം. ഓൾഡ്, ഓപ്ഷൻ എ. മറ്റൊന്ന് ഫാഡ്, FAD, ഫാഡ്. ആ വേർഡ് നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണില്ല. ഫാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FAD, ഫാഡ് എന്ന് പറഞ്ഞാൽ വിചിത്ര ഭ്രമം അല്ലെങ്കിൽ ആശയഭ്രാന്ത്. വിം, WHIM. അറിയില്ലാത്ത പദങ്ങളാണെങ്കിൽ എവിടെങ്കിലും എഴുതി വെച്ച് നിങ്ങൾ പഠിക്കുന്നതല്ലായിരിക്കാം. ഓപ്ഷൻ സി പ്രസന്റ്, PRESENT. അത് നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. ഓപ്ഷൻ ഡി പ്രൈവറ്റ്, PRIVAT. ഇപ്പൊ കറണ്ട് എന്നുള്ള വാക്കിന്റെ ഇവിടെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? അല്ല ധന്യ, ഞാൻ ഓപ്പോസിറ്റ് ആന്റണിം അല്ല ചോദിക്കുന്നത്, ഓൾഡ് ആണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ. ഈ ഓപ്ഷനിൽ നിന്നേ നമുക്ക് അത് പറയാൻ പറ്റൂ. ഓൾഡ് ആണ് ശരിയായ ആൻസർ. അപ്പൊ ഇനി ആന്റണിംസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്സ്ക്യൂർ, OBSCURE. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഒബ്സ്ക്യൂർ എന്ന് വരും. അത് പറയണത് എന്താന്ന് വെച്ചാൽ അതിന്റെ ആന്റണിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവണം. അപ്പൊ ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് അറിയാമോ? അതിനും പല മീനിങ് ഉണ്ട്. അറിയപ്പെടാത്ത, അൺനോൺ എന്നർത്ഥമുണ്ട്. മറഞ്ഞു കിടക്കുന്ന എന്നർത്ഥമുണ്ട്. അതുപോലെ അൺക്ലിയർ, അവ്യക്തമായ എന്നർത്ഥമുണ്ട്. അപ്പോ അറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കാം. കാരണം നിങ്ങൾ സ്വയം അത് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് പഠിച്ചെന്ന് വരില്ല. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. അപ്പോ ഒബ്സ്ക്യൂർ എന്ന വാക്കിന്റെ ആന്റണിം ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. ഒന്ന് ഓപ്ഷൻ എ ഫേമസ്, FAMOUS. ഓപ്ഷൻ ബി ഫെമിലിയർ, FAMILIAR, ഫെമിലിയർ. ഫെമിലിയർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, പരിചിതമായ. അതുപോലെ ഫെയർ, FAIR, ഫെയർ. FAIR, ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? അജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ഭംഗിയുള്ള, നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മാർക്കറ്റ് പ്ലേസ്, ചന്ത എന്നൊക്കെയാണ് അതിനർത്ഥം. വേറെ പല മീനിങ് ഉണ്ട്. ഓപ്ഷൻ ഡി ഫൗൾ, FOUL, ഫൗൾ. ഫൗൾ സ്മെൽ എന്ന് നമ്മളൊരു സ്മെല്ലിനെ കുറിച്ച് ഫൗൾ പറയുകയാണെങ്കിൽ മലീമസമായ അല്ലെങ്കിൽ ബാഡ് സ്മെൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചീത്ത സ്മെല്ല് എന്ന് നമ്മൾ പറയും. അത് സ്മെല്ലിനെ കുറിച്ച് പറയുമ്പോഴാണ്. പിന്നെ സ്പോർട്സിനെ കുറിച്ച് നമ്മൾ ഫൗൾ എന്ന് പറഞ്ഞാൽ, ഫൗൾ പ്ലേ എന്ന് പറഞ്ഞാൽ കള്ളക്കളി, നിയമവിരുദ്ധമായിട്ടുള്ള കളി. അപ്പൊ ഒബ്സ്ക്യൂർ എന്ന വാക്കിന്റെ ആന്റണിം ഇതിലേതായിരിക്കും? ഒബ്സ്ക്യൂർ. അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഫേമസ് എന്ന വാക്കായിരിക്കും. ഉണ്ടോ? ഓക്കെ, അപ്പോ സിനണിംസ്, ആന്റണിംസ്. അപ്പൊ ക്വസ്റ്റ്യൻസ് എന്താണ്ട് നിങ്ങളെ ഇന്നത്തെ തീർന്നു. ഇനി നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ചോദിക്കാം. ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായെങ്കിൽ അത് പറയാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വേറെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് തയ്യാറാക്കി തരണമായിരിക്കും. ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് നിന്ന് അറിഞ്ഞുകൂടെങ്കിൽ ഇനി ചോദിക്കാം.
നെക്സ്റ്റ് ക്ലാസ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഏതെല്ലാം ടോപ്പിക് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കാം. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടോ എന്ന് നിങ്ങൾ പറയണം. കാരണം PSC എക്സാമില് ഈ ഗ്രാമർ പാർട്ട് എന്ന ഭാഗത്ത് നിന്ന് ഒരു 21ഓളം ടോപ്പിക്കാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതിലേതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ടെൻസസ്, പിന്നെ മോഡൽ ഓക്സിലിയറീസ്, കോൺകോർഡ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പക്ഷെ നിയമങ്ങൾ അറിയാമെങ്കിൽ മാത്രം നമുക്ക് ഇത് പൂർണ്ണമായും ചെയ്യാൻ പറ്റില്ല. ഇത് ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ടൈപ്സ് ഓഫ് സെന്റൻസ്, ആർട്ടിക്കിൾസ്, പിന്നെ പാർട്സ് ഓഫ് സ്പീച്ചിലെ നൗൺ, പ്രോനൗൺ, അതെല്ലാം ചോദിക്കും. അങ്ങനെ ഏതാണ്ട് 21ഓളം ടോപ്പിക്സ് ആണ് ഈ ഗ്രാമർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സാധാരണയായിട്ട് ചോദിക്കുന്നത്. പിന്നെ അടുത്തതാണ് മറ്റൊരു ഭാഗം എന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൊക്കാബുലറിയാണ്. അതായത് നിങ്ങൾ പദങ്ങൾ, വാക്കുകൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ വാക്കുകളുടെ അർത്ഥം എന്താണ്, അങ്ങനെയുള്ള ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അത് സാധാരണയായിട്ട് ചോദിക്കണ ഹോമണിംസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഹോമണിംസ്, HOMONYMS. അത് കറക്ഷൻ ഓഫ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം അറിയുണ്ടെങ്കിൽ മാത്രമേ അത് ചോദിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. അതുപോലെ കോമ്പൗണ്ട് വേർഡ്സ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരേണ്ട ഇത് ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഞാനിവിടെ എഴുതി വെക്കണം. ഒന്ന്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഇല്ലെങ്കിൽ പറയണം. അപ്പൊ അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ നിയമങ്ങൾ അറിയില്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. 2, റിപ്പോർട്ടഡ് സ്പീച്ച്. 3, കണ്ടീഷണൽ സെന്റൻസ്. 4, സെന്റൻസ് കറക്ഷൻ എന്ന് പറഞ്ഞ ഭാഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോ 3 ഭാഗങ്ങളായില്ലേ. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഒരു ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്ന സംഭവം പറഞ്ഞിട്ടില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നെക്സ്റ്റ്, കൺജങ്ഷൻ. ഈ 4 ഭാഗത്തും നിങ്ങൾ ആ ഭാഗങ്ങൾ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ കറക്ഷൻ ഓഫ് സെന്റൻസ് അപ്പൊ ചോദിച്ചതാണ്, നല്ല ഒരു ചോദ്യമാണത്. സാർ, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് അതും കൂടെ എടുക്കുക നല്ലതായിരുന്നു. പറഞ്ഞു ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുവാൻ നല്ലതായിരുന്നു. ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ നിങ്ങൾ പഠിച്ചാൽ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യം ഒന്ന് റിഫ്രഷ് ചെയ്യൽ കൂടിയാവും. എന്താ ഇപ്പൊ സെന്റൻസ് കറക്ഷനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ടെൻസ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ഒരു നിസ്സാരമായി നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ ഒരു 2005 LDC എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്. ആ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഇസ് റോങ്? അതായത് താഴെ 4 സെന്റൻസ് തന്നിട്ടുണ്ട്. അതിൽ റോങ് സെന്റൻസ് ഏതാണെന്ന് പറയണം.
ഒന്ന് ഓപ്ഷൻ എ ഞാൻ വായിക്കാം. വൺ ഓഫ് ദ ബോയ്സ് നോ KNOW നോ ദ ആൻസർ. ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. രണ്ട്, ദി ആക്സിഡന്റ് took place 2 days ago. The accident took place 2 days ago. ആക്സിഡന്റ് 2 ദിവസം മുമ്പ് നടന്നു. My room is upstairs. എന്റെ മുറി മുകളിലെ നിലയിലാണ്. അടുത്തത്, bread and butter is good for breakfast. ഇതില് റോങ് സെന്റൻസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെന്റൻസ് ആണ് റോങ് സെന്റൻസ്. കാരണം നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, വൺ ഓഫ് ദ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കുക, വൺ ഓഫ് ദ ബോയ്സ് നോസ് ദ ആൻസർ, KNOWS, നോസ് ദ ആൻസർ എന്നാണ് പറയേണ്ടത്. ഉണ്ടോ? അതുപോലെ 2007 വയനാട്, ആലപ്പുഴ എന്നീ ജില്ലകളിൽ നടന്ന ഒരു LDC ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് പാർട്ട് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഇസ് ഇൻകറക്റ്റ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻ എല്ലാം കൂടി കൂട്ടി വായിക്കണം. അപ്പൊ ഒരു സെന്റൻസ് ആവും അത്. അവിടെ ഏത് ഭാഗത്താണ് തെറ്റ് എന്ന് പറയണം. ക്വസ്റ്റ്യൻ ഇതാണ്. ഓപ്ഷൻ എ, ദ ബ്രൈഡ് ഗ്രൂം with his friends. The bridegroom with his friends have arrived at the temple. ഇതില് the bridegroom ഓപ്ഷൻ എ, ഓപ്ഷൻ ബി with his friends, have arrived, സി, ഓപ്ഷൻ ഡി at the temple. ഏത് ഭാഗത്താണ് തെറ്റ്? ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായ ഉത്തരം. കാരണം ദ ബ്രൈഡ് ഗ്രൂം എന്നുള്ള സിംഗുലർ ആണ്. വിത്ത് ഹിസ് ഫ്രണ്ട്സ്, വിത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സബ്ജക്റ്റിനെ കൂട്ടിച്ചേർത്താൽ അതിനുശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ അതാണ് കറക്ഷൻ ഓഫ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഹാഡ് എന്നല്ല, ഹാസ്, HAS. ഹാഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ ചോദ്യം പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഈ കറക്ഷൻ ഭാഗത്തുനിന്ന് പറയാം നിങ്ങളോട്. അതുകൊണ്ട് ഏത് വർഷം 2022 സിവിൽ എക്സൈസ് ഓഫീസർ അതിന്റെ എക്സാമിന് ചോദിച്ചാണ്. ചോദ്യം ഇതാണ്, സ്പോട്ട് ദ എറർ ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. താഴെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ബി, 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. നോക്കാം. അത് നിങ്ങൾ പഠിച്ച ഭാഗം ഓർത്തിരിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പറയാൻ പറ്റും. 100 rupees are not a big sum for the students. 100 rupees are not, 100 rupees എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഭാഗം, are not രണ്ടാമത്തെ ഭാഗം, big sum of money for the students. ഏത് ഭാഗത്താണ്? അവിടെ are not എന്നുള്ളതാണ് തെറ്റ്. അവിടെ എന്ത് ചേർക്കണം? is not. നമ്മൾ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ്, വെയിറ്റ് ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കാവൂ. അതുകൊണ്ട് ആർ നോട്ട് എന്നുള്ളത് തെറ്റാണ്, ഈസ് നോട്ട് എന്നുള്ളതാണ് ശരി. അപ്പൊ അത് അത്രയും നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ പറയാം. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ റെഫർ ചെയ്തുകൊണ്ട് വരേണ്ട ഭാഗങ്ങളാണ് പറഞ്ഞത്. നിങ്ങളോട് ഭംഗിയായിട്ട് റെഫർ ചെയ്യണം. ഇനി നമ്മള് ഈ ക്വസ്റ്റ്യൻസ് തന്നെ കുറെ നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ then it is time for us to wind up the class for today.
Okay, good night to all of you. We will see in the next class. Okay. താങ്ക് യു സാർ. ഓടിപ്പോ